ഒന്നിനും ഒരു വ്യക്തതയില്ലാതെ വെറും പുകമറ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടത്തിയ ആരോപണങ്ങളും അന്വേഷണങ്ങളും അവസാനിപ്പിക്കാനൊരുങ്ങുകയാണ് സർക്കാർ. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവത്തിൽ ഡോക്ടർ നടത്തിയ പ്രതികരണത്തോടെ ആരോഗ്യവകുപ്പിന്റെ മൂട്ടിൽ തീ പുകഞ്ഞ അവസ്ഥയായിരുന്നു. ഇതോടെ ഹാരിസിനെതിരെ സോഷ്യൽ മീഡിയ, ഇടത് സൈബർ ഹാൻഡിലുകൾ രംഗത്തിറങ്ങി. പിന്നാലെ സർക്കാരും ഹാരിസിനെതിരെ കൊട്ടേഷൻ പണിയുമായി രംഗത്ത് വന്നതോടെ ഡോക്ടർ ഹാരിസ് ശരിക്കും ഒറ്റപ്പെടുന്ന അവസ്ഥ വരെ കാര്യങ്ങളെത്തി. അതിൽ അവസാനത്തേതായിരുന്നു ആശുപത്രിയിലെ ഉപകരണങ്ങൾ കാണാനില്ലെന്ന പരാതി. എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തതയില്ലാതെ വന്നതോടെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വെറും പുകയായി മാറി. ഇതോടെ ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ച് തലയൂരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. ഇതിന് പിന്നാലെ ഇന്നു മുതൽ ഡോക്ടർ ഹാരിസ് ജോലിയിൽ പ്രവേശിച്ചു. ഇന്നലെ രാവിലെ തന്നെ ഡോക്ടർ ഹാരിസിനെതിരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി. സംശയം മുന്നിൽ നിർത്താനായിരുന്നു ശ്രമം. എന്നാൽ CCTV ദൃശ്യങ്ങളുടെ വ്യക്തതയില്ലായ്മ, അത് ആരാണ് മുറിയിൽ കയറിയതെന്ന വ്യക്തതയില്ലായ്മ, പെട്ടിക്കുള്ളിൽ എന്താണ് എന്ന വ്യക്തതയില്ലായ്മ, അങ്ങനെ വ്യക്തതയില്ലായ്മയുടെ ഒരു കൂമ്പാരമായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനം. വാലും തുമ്പുമില്ലാത്ത നടത്തിയ ആരോപണങ്ങളെ മാധ്യമപ്രവർത്തകർ തന്നെ പഞ്ഞിക്കിടാൻ തുടങ്ങിയതോടെ എഴുതി തയ്യാറാക്കി വന്ന സ്ക്രിപ്റ്റ് തുടക്കത്തിലെ പാളി. അവസാനമായപ്പോൾ ഗതികെട്ട അവസ്ഥയിലുമായി ആരോപണം ഉന്നയിച്ചവർ. അവസാനം വ്യക്തതയില്ലാതെ നിങ്ങൾ എന്തിനാണ് പത്രസമ്മേളനം നടത്തിയത് എന്നുവരെ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കേണ്ടി വന്നു. എന്നാൽ ഉച്ചകഴിഞ്ഞ് ഡോക്ടർ ഹാരിസ് തൻ്റെ മുറിക്കുള്ളിൽ കണ്ടത് എറണാകുളത്ത് റിപ്പയർ ചെയ്യാൻ അയച്ച നെഫ്രോസ്കോപ്പ് ആണെന്നും നന്നാക്കാൻ 2 ലക്ഷം രൂപ വേണമെന്ന് ഏജൻസി അറിയിച്ചതോടെ ഉപകരണം HODയുടെ പേരിൽ ആശുപത്രിയിലേക്ക് തിരിച്ചയക്കുമായിരുന്നെന്ന് ഡോക്ടർ വിശദീകരണം നൽകി. ഡോക്ടർമാരുടെ ഗ്രൂപ്പിലേക്കാണ് ഈ വിശദീകരണക്കുറിപ്പ് ഇട്ടത്. ഇതോടെ ആരോഗ്യവകുപ്പ് വെട്ടിലായി. ഇതോടെ ഉപകരണം കാണാതായതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ലെന്നും അസ്വാഭാവികമായ പെട്ടി കണ്ടതിലും CCTV ദൃശ്യത്തിലും പോലീസ് അന്വേഷണത്തിന് പോകില്ലെന്നും ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ലാതെ DMO തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ തീരുമാനിച്ചു. ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു. ഇതോടെ ഡോക്ടർ ഹാരിസിനെ ഉന്നമിട്ട് തുടങ്ങിയ അന്വേഷണം ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കുകയാണ്. ഹാരിസിനെ കൊടുക്കാൻ നോക്കി സ്വയം കുടുങ്ങി എന്ന വികാരം സർക്കാർ തലത്തിൽ തന്നെ ശക്തമാണ്. ഹാരിസിനെ ഉന്നമിട്ട് ഇന്നലെ പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും കൊണ്ട് നടത്തിച്ച വാർത്താ സമ്മേളനം കനത്ത പ്രതിച്ഛായ തകർച്ചയാണ് ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കിയത്. പിന്നാലെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് KGM-CTA ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചു. ആരോഗ്യമന്ത്രിയുമായി KGM-CTA ചർച്ച നടത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സൗകര്യത്തിൽ പഠനം വേണമെന്നും KGM-CTA ആവശ്യപ്പെട്ടു.